കൊച്ചിയിൽ സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്തത് കയ്യാങ്കളിയിൽ കലാശിച്ചു. ചിക്കിങ്ങിന്റെ ഇടപ്പള്ളി ഔട്ട്ലെറ്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയവർക്ക് നേരെ ഷോപ്പ് മാനേജർ കത്തിയുമായി പാഞ്ഞെത്തുകയായിരുന്നു. CBSE മീറ്റിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെയായിരുന്നു അക്രമം. പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികളുടെ തലയിൽ കൈകൊണ്ടിടിച്ചുവെന്നും തടഞ്ഞുവെച്ചുവെന്നും പരാതിയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ചെക്കിങ്ങിൽ ഇത്തരത്തിൽ മാനേജർ ഒരു കയ്യാങ്കളി നടത്തിയത്. ആദ്യം തുടക്കത്തിലുണ്ടായ ഒരു വാക്ക് തർക്കം വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? രോഹിണി, ഇന്നലെ ഉച്ചയോടെ MG റോഡിലുള്ള ചിക്കിങ് ഔട്ട്ലെറ്റിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ CBSE സംസ്ഥാന സ്കൂൾ മീറ്റ് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനെത്തിയ +2 വിദ്യാർത്ഥികളാണ് ഇന്നലെ ഈ MG റോഡിലെ ചിക്കിങ് ഔട്ട്ലെറ്റിൽ സാൻഡ്വിച്ച് കഴിക്കാൻ പോയത്. സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. സാൻഡ്വിച്ച് കിട്ടിയപ്പോൾ അതിൽ ചിക്കൻ സ്ട്രിപ്പ് കുറവായിരുന്നു. ഇത് വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തു. അവിടെ ആ സമയത്ത് അവിടെ മാനേജർ ഉണ്ടായിരുന്നു. മാനേജറുമായി പിന്നീട് ഈ ചോദ്യം ചെയ്യൽ വാക്കുതർക്കമാവുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും വിദ്യാർത്ഥികൾ അവർക്കൊപ്പം ഉണ്ടായിരുന്ന സഹോദരന്മാരെ, ഈ മഹാരാജാസ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന സഹോദരന്മാരെ വിളിച്ചു വരുത്തുകയും പിന്നീട് ഈ ചോദ്യം ചെയ്യലും സംസാരവും ഒക്കെ ഒരു അടിപിടിയിലേക്കും സംഘർഷത്തിലേക്കും എത്തുകയായിരുന്നു. ആ സമയത്ത് മാനേജർ, ചിക്കിങ്ങിലെ ഔട്ട്ലെറ്റ് മാനേജർ അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ വീശുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും ഈ വലിയ രീതിയിലുള്ള സംഘർഷവും അടിപിടിയും ഒക്കെ ഉണ്ടായി. കത്തിയെടുത്ത് വിദ്യാർത്ഥികളെ മാനേജർ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതുമൊക്കെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എന്തായാലും ആ സമയത്ത് അവിടെ എറണാകുളം സെൻട്രൽ പോലീസ് എത്തുകയും ഇരു കൂട്ടരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതുമൊക്കെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ എന്തായാലും കാണാം. എന്തായാലും ഈ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിനും വിദ്യാർത്ഥികൾക്ക് നേരെ കത്തി വീശി ഭീഷണിപ്പെടുത്തിയതിനും ഈ ചിക്കിങ് ഔട്ട്ലെറ്റിൻ്റെ മാനേജർ ജോഷ്വയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 2 കൂട്ടരും സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 2 കൂട്ടരുടെ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതിനും അവരുമായി തർക്കത്തിലേർപ്പെട്ടതിനും ഒക്കെ തന്നെ ഈ ജോഷ്വയ്ക്കെതിരെ കേസെടുത്തപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെയല്ല, വിദ്യാർത്ഥികൾ വിളിച്ചു വരുത്തിയ അവരുടെ സഹോദരന്മാർക്കെതിരെയാണ് ഈ ഔട്ട്ലെറ്റിൽ കയറി അടിപിടി ഉണ്ടാക്കിയതിനും മാനേജറുമായി തർക്കത്തിലേർപ്പെട്ടതിനും അയാളെ മർദ്ദിച്ചതിനുമൊക്കെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇരു കൂട്ടർക്കുമെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.